ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ സങ്കീർണമായി തുടരുന്നുവെന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി റോമിലെ ജമീലി ആശുപത്രിയിൽ തുടരുന്ന പാപ്പായ്ക്ക് ഫെബ്രുവരി 22 ശനിയാഴ്ച കൂടുതലായി ഓക്സിജൻ നൽകേണ്ടി വന്നുവെന്നും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് ഇതേ ദിവസം വൈകുന്നേരം പുറത്തുവിട്ട കുറിപ്പിലൂടെ അറിയിച്ചു. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ പാപ്പായ്ക്ക് ആസ്മയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കൂടുതൽ സമയം അനുഭവപ്പെട്ടതിനാൽ പാപ്പായ്ക്ക് കൂടുതൽ ഓക്സിജനും മറ്റ് മരുന്നുകളും നൽകേണ്ടി വന്നുവെന്ന് പത്രക്കുറിപ്പ് വ്യക്തമാക്കി. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്ന് ഹീമോഗ്ലോബിൻ അളവ് ശരിയായ തോതിൽ നിലനിർത്തുവാൻ വേണ്ടി പാപ്പായ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വന്നുവെന്ന് പ്രസ് ഓഫീസ് വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ പാപ്പ മാരകാവസ്ഥയിലല്ലെന്നും എന്നാൽ അതേസമയം അപകടനില തരണം ചെയ്തുവെന്ന് പറയാനാകില്ലെന്നും ഒരാഴ്ച കൂടിയെങ്കിലും ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും വത്തിക്കാനിലെയും ജമീലി ആശുപത്രിയിലെയും മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയായിരുന്നു ശ്വാസകോശ സംബന്ധമായ കടുത്ത ബുദ്ധിമുട്ടുകൾ മൂലം പാപ്പ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്.